ഈ റീസെൻ്റ്ലിയും ഒരു ജാസ്മിൻ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കഴിഞ്ഞ ബിഗ് ബോസിലുണ്ടായിരുന്ന പെൺകുട്ടിയാണ്. അവർ ഇതുപോലെ അമ്പലക്കുളത്തിൽ അവർ കാല് കഴുകി ഒരു റീൽസ് ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഗുരുവായൂർ അമ്പലത്തിൽ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായി. അത് ഇതുപോലെ പുണ്യാഹം തളിക്കണം, അത് ഇത് ശുദ്ധികലശം നടത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആ സാഹചര്യത്തിലും ഞാൻ വളരെ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, ഈ 20-ാം നൂറ്റാണ്ടിലും എന്തിനാണ് ഇത്തരത്തിലുള്ള മതഭ്രാന്ത് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു പോസ്റ്റൊക്കെ എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു. ആ കുട്ടിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ്. അത് ആ കുട്ടിയെന്നല്ല, ഏതൊരു സ്ത്രീ എന്ന് പറഞ്ഞാലും. ഞാൻ കാര്യം പറയട്ടെ, ഇതൊക്കെ നീ മുസ്ലിം, അതെ, ഫാത്തിമ മുസ്ലിം, ഈ ജാസ്മിൻ ഫാത്തിമ മുസ്ലിം എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. ഫാത്തിമ എത്തിക്സ് ഇത് മതമില്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരാളാണ് ഫാത്തിമ. മതമില്ല, അത് നിനക്ക് ഓക്കെ, പക്ഷേ കമ്മ്യൂണിറ്റി എന്താ അവളുടെ? മുസ്ലിം. ഈ ജാസ്മിൻ മുസ്ലിം. അപ്പൊ നിങ്ങൾ ഇത് പർപ്പസ് ആയിട്ട് ചെയ്യുന്നത് പോലല്ല. അല്ലമ്മ, ഇതിനകത്ത് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നമുക്ക് തന്നെ മസ്ജിദില് നമുക്ക് പ്രേയർക്ക് നമുക്ക് പോവാനില്ല. ഇപ്പോഴാണ് ഇനി ഒരു ഫ്ലോർ കട്ടിട്ട് ലേഡീസ് ക്യാൻ കം ബട്ട് ഇൻ ദി അതർ വേ എന്ന് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് റൂൾ ആയിരുന്നു. നമ്മുടെ കമ്മ്യൂണിറ്റി നമ്മുടെ കാസ്റ്റിന് വരുമ്പോൾ നമ്മ അങ്ങനെ തന്നെ ആ റൂൾ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. അല്ല, ഞാൻ പറയുന്നത് ഒരു മിനിറ്റ് നമ്മ അത് ഫോളോ ചെയ്യുന്നുണ്ട്. നീ ഖുറാൻ ബുക്ക് കൊണ്ടുപോയി ബാത്റൂമിൽ വെക്കോ? ഇല്ല, ഒരിക്കലും ഇല്ല. ഞാൻ അതിനെയൊന്നും സപ്പോർട്ട് ചെയ്തിട്ടില്ല ഇതുവരെ. സപ്പോർട്ട് ചെയ്തിട്ടില്ലല്ല, ഞാൻ പറയാൻ വരുന്നത് അത് നമ്മൾ ചെയ്യില്ലല്ലോ. അത് നമ്മുടെ പാക്കീജ. അല്ല, ഞാൻ ചെയ്യത്തില്ല, ഞാൻ ഇതൊന്നും ചെയ്യത്തില്ല. പക്ഷെ ചെയ്യുന്നവരെ, ഖുറാൻ കൊണ്ട് വെക്കുന്നവരെ ഞാൻ സപ്പോർട്ട് ചെയ്യുമെന്നല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇല്ല, ഞാൻ പറയുന്നത് കേക്ക്. ഇപ്പൊ അപ്പോ ഇതൊക്കെ കാണുമ്പോ ഇത് പർപ്പസ് ആയിട്ട് ചെയ്തതുപോലെ തന്നെ തോന്നും. ഇല്ല, ഞാനത് അങ്ങനെ നീ വിശ്വസിക്കില്ല. നിന്റെ കാര്യം വിട്. അത് നീ അത് അറിയാതെ പോയാണ് അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. അല്ലല്ല, നിന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, മക്കളുടെ പോയിന്റ് ഓഫ് വ്യൂ വേറെ, എന്റെ പോയിന്റ് ഓഫ് വ്യൂ വേറെ. ഇപ്പൊ എന്നെ ചോദിച്ചാല് ഈ കാൽ കഴുകുന്നത് ഈ കുട്ടി എന്തിനു ചെയ്യണം? അതിന് മുമ്പെടുത്ത് ആക്ച്വലി എവിടെയും പറഞ്ഞില്ലല്ലോ. ഞാൻ എല്ലാ അമ്പലത്തിലും പോകുന്നുണ്ട്. എന്നെ അമ്പലത്തിലും വരരുതെന്ന് പറയരുതില്ല. കാരണം ഞാൻ അങ്ങനത്തെ ഫോട്ടോ എടുക്കില്ല, ഞാൻ അങ്ങനത്തെ കാര്യം ഒന്നും ചെയ്യില്ല, അങ്ങ് വീഡിയോ എടുക്കില്ല. പർപ്പസ്ലി എന്തിന്? വൈ ആർ യു ഡൂയിങ്? അല്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അമ്മ? എന്താ ഇഷ്ടം? അവര് ഓരോരുത്തരുടെ താല്പര്യമാണ്. ഇപ്പൊ ഒരു റീൽസ് ചെയ്തത് അവര് കാല് കഴുകണമെന്ന് വിചാരിച്ച് കഴുകിയതല്ല. അവരിങ്ങനെ ഒരു കാലിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തെന്നിയ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അതിനകത്ത്. അതിനാണ് ഇത്രയും ഇതുണ്ടാക്കിയത്. തെറ്റ് തന്നെയാ. എനിക്ക് എത്രയോ അമ്പലത്തില് മുസ്ലിംസ് അലൗഡ് ഇല്ല. അപ്പൊ അത് അവരുടെ പ്രയോറിറ്റി. അമ്പലത്തിൽ പോവാറുണ്ടല്ലോ, ഞാനും പോവാറുണ്ട്. നമ്മൾ ഒരുമിച്ചൊക്കെ പോയിട്ടുണ്ട്. നമ്മ ഇങ്ങനത്തെ കാര്യങ്ങൾ എന്തോ ചെയ്യില്ല. നമ്മള് അങ്ങനെയൊന്നും ചെയ്യില്ല. ഞാൻ ജസ്റ്റ് ഒക്കെ സെൽഫി ഒക്കെ ഇട്ടിട്ടുണ്ടാവും. പക്ഷെ അങ്ങനെ ഇല്ല. ഇതൊക്കെ ഒരു പർപ്പസ് ആണെന്നോ? ഇനി പർപ്പസ് ആയിട്ട് ചെയ്യട്ടെ അമ്മ. ഞാൻ ചോദിക്കുന്നത്, എന്തിനാണ് സ്ത്രീകളെ മാറ്റി നിർത്തിയും പുരുഷനെ മാറ്റി? ഇത് അമ്പലമായാലും പള്ളി ആയാലും ഒക്കെ എന്റെ നിലപാട് ഇത് തന്നെയാണ്. അത് എല്ലാവരും ചോദിക്കുന്നു, നിങ്ങളെ മുസ്ലിം മതം, നിങ്ങളെ പള്ളിയിൽ നിങ്ങൾക്ക് അത് വേണ്ട, എല്ലാം വേണമെന്നേ ഞാൻ പറയുള്ളൂ. ഞാൻ ഇതൊന്നും വേണ്ടെന്ന് മോളെ, നമുക്ക് പീരിയഡ്സ് ആവുന്നുണ്ടല്ലോ. അതെ, ആ 3 days നമ്മ നമാസ് പഠിക്കോ? ഇല്ല, അതാ പഠിപ്പിച്ച് വെച്ചിരിക്കുന്ന സാധനമാണത്. എനിക്ക് അതിനോടൊന്നും വിശ്വാസമില്ല. അത്തരം കാര്യങ്ങളോടൊന്നും വിശ്വാസമില്ല. നമ്മളെ ശരീരത്തിൽ ഉണ്ടായി പോകുന്ന ഒരു അവസ്ഥ അമ്മ, നമ്മളെ ജനിപ്പിച്ചപ്പോഴേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ഒരു അവസ്ഥ. എന്തിനാണ് അതിനൊരു മാറ്റം കൊണ്ടുവരുത്തുന്നത്? നമ്മളെ ഏത് രീതിയിലായാലും നമ്മൾ ദൈവത്തെ വിളിച്ചാൽ ആ ദൈവം കേൾക്കും. ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. എപ്പോ വിളിച്ചാലും ആ ദൈവം കേൾക്കും. ശുദ്ധിയും അശുദ്ധിയും ഒന്നും ദൈവമല്ല നിശ്ചയിച്ചിരിക്കുന്നത്, ഇവിടുത്തെ മനുഷ്യരാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ അന്ധവിശ്വാസങ്ങളും മനുഷ്യരുണ്ടാക്കി കൊണ്ടുവന്നതാണ്. ഒരിക്കലും ഇതൊന്നും ദൈവം കൊണ്ടാക്കിക്കൊണ്ട് തന്ന് നിങ്ങളിത് ചെയ്യുന്ന പറഞ്ഞിട്ടില്ല. ഞാനൊരു വിശ്വാസിയാണ്. ഇന്ന് ഞാൻ പടച്ചോനെന്നാണ് വിളിക്കുന്നത്. എല്ലാ ദൈവങ്ങളോടും എനിക്ക് റെസ്പെക്റ്റ് ആണുള്ളത്. കാരണം ഞാൻ ജനിച്ചു വീണത് ഞാനൊരു മുസ്ലിം മതസ്ഥയായിട്ടുള്ള ഒരു പെണ്ണായതുകൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മളുടെ ജേണി അങ്ങനെ തന്നെയായിരിക്കും. അപ്പം മറ്റുള്ള മതസ്ഥന് എല്ലാത്തിനെയും ഞാൻ ബഹുമാനിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ അതൊക്കെ ഒരു ആചാരവും അന്ധവിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് മതങ്ങളെ മാറ്റി ഓരോ മനുഷ്യരെയും അതിലേക്ക് തള്ളിവിടുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളോട് എനിക്ക് പേഴ്സണലി ഇഷ്ടമില്ല, വിശ്വാസമില്ല. ഇവിടുത്തെ ഭൂരിപക്ഷം മനുഷ്യർക്കും ഞാൻ പറയുന്നതിനോട് അവർ യോജിക്കത്തുമില്ല. പക്ഷെ ഞാൻ എൻ്റെ നിലപാട് ഞാൻ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അമ്മ പറയുന്നതൊക്കെ ശരിയാണ്. പലർക്കും അത് വേദനിക്കാം, ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു, നമ്മൾ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്നു. അത് അവരുടേതായിട്ടുള്ള ചിന്ത. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ അവരെ ഡിസ്റ്റർബ് ചെയ്യാതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്റ്റർബ് ചെയ്യാതെ പോയി
സ്വാമി കുമ്പിടിട്ട് വരണം. ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇത് ചെയ്യാത്തത്. എനിക്ക് മറ്റുള്ളവരുടെ വിശ്വാസത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കണമെന്നില്ലാത്തത് കൊണ്ടാണ് ഞാൻ നേരിട്ടത് ചെയ്യാത്തത്. അത്തരത്തിലുള്ള വീഡിയോസ് ഫോട്ടോസുകൾ ഷെയർ ചെയ്തോ അല്ലെന്നുണ്ടെങ്കിൽ എൻ്റേതായിട്ടുള്ള ആക്ടിവിറ്റികൾ ചെയ്തിട്ടൊന്നും ഷെയർ ചെയ്യാത്തത്. പക്ഷേ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യും. അത് എൻ്റെ തോട്ട് അങ്ങനെയാണ്. അതേ ഉള്ളൂ. നിന്റെ തോട്ട് അങ്ങനെ. ഓക്കെ, ഐ എം ഓപ്പോസിറ്റ് ടു ഇറ്റ്. യാ ഓക്കെ, ഇപ്പോൾ ദിയ ഇപ്പം നീ ഒന്ന് പറഞ്ഞു അമ്പലത്തിക്ക് അവർക്ക് പോകണമെങ്കിൽ അവർ പോട്ടെ. പക്ഷേ ഖുറാന് കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കാൻ അത് ഞാൻ ചെയ്യില്ല എന്നാണ് നീ പറഞ്ഞത്. അപ്പോൾ ഇത് ഡബിൾ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്മെന്റ് ആയല്ലോ. അമ്മ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ഞാൻ ചെയ്യത്തില്ല. നീ ചെയ്യത്തില്ല. അപ്പോ ഖുറാനെ വെച്ചാ നീ ഇത് സേഫ്റ്റി ആക്കി ഞാൻ അങ്ങനെ ചെയ്യില്ല. അപ്പോ നീ മറ്റൊരു ചെയ്യുന്നത് തെറ്റെന്ന് അറിഞ്ഞും നീ അത് സപ്പോർട്ട് ചെയ്യുമല്ലേ? അല്ല, അത് എനിക്ക് തെറ്റായിട്ട് തോന്നുന്നില്ല. ഗ്രന്ഥങ്ങളൊക്കെ കൊണ്ടുവയ്ക്കുന്നത് അത് അവരുടെ ഒരു, ഞാൻ പറഞ്ഞല്ലോ, ഗ്രന്ഥം ബാത്റൂമിൽ കൊണ്ടുവയ്ക്കാന്നൊക്കെയാണ് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. ഞാൻ അത്തരം ബാത്റൂമിലൊന്നും ഗ്രന്ഥം കൊണ്ടുവയ്ക്കുക എന്ന് പറയുന്നതിനോടൊന്നും എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. അത് ഗ്രന്ഥമെന്നല്ല, ഇനി പള്ളിയിൽ കയറുന്നു എന്ന് പറയണം. ഇപ്പൊ അമ്പലത്തിൽ കയറി, അതുപോലെ പള്ളിയിൽ സ്ത്രീകൾ കയറി എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കും. അത് കാരണം മുസ്ലിം പള്ളി ആയിക്കോട്ടെ, ഹിന്ദു ചർച്ച ആയിക്കോട്ടെ, ക്രിസ്ത്യൻ ചർച്ച ആയിക്കോട്ടെ, ഹിന്ദു ശബരിമല ആയിക്കോട്ടെ, എവിടെയും സ്ത്രീകളുടെ പ്രവേശനവുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരു തരത്തിലുള്ള വിയോജിപ്പില്ല. ആക്ച്വലി അങ്ങനെ ഒന്നും ഇല്ല. പക്ഷെ ഇത് ഗ്രന്ഥം കൊണ്ടുവന്ന് ബാത്റൂമിൽ വെക്കട്ടെ എന്ന് ചോദിക്കുന്നതൊന്നും എനിക്ക് അതൊന്നും ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. അതാണ് നമുക്ക് പീരിയഡ്സ് ടൈം, നമുക്ക് പീരിയഡ്സ് ടൈം ഇതൊക്കെ അല്ല, നമുക്ക് നേരായിട്ട് പറഞ്ഞതൊന്നും അല്ല. അതാണ്. സോ എവറിത്തിങ് വാസ് ക്രിയേറ്റഡ് ബൈ മെൻ പീപ്പിൾ. ഇപ്പോ ആ 3 days നമ്മ ഖുറാനെ തൊടുறது അല്ലേ? നമ്മൾ ദൂരം വെക്കും, നമ്മൾ തൊടമാട്ടം. സോ അങ്ങനെ ഈ ടെമ്പിൾസിലും ഇങ്ങനെ ഒരു റൂൾസ് ഉണ്ട്, ലേഡീസിന് പീരിയഡ്സ് ആയാൽ വരരുത്. സോ അത് അവർ തീട്ട് എന്നാ പറയും, തീണ്ടാര്, അതായത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അശുദ്ധിയാണ്. പക്ഷേ ശബരിമലയ്ക്ക് ഈ പീരിയഡ്സ് നിന്ന ശേഷം 45, 55, 65 ആ ഇയേഴ്സ് ആയ വുമൻ ക്യാൻ ഗോ. അത് നിനക്കറിയോ? അറിയാം. 10 വയസ്സിനകത്തുള്ള പെൺകുട്ടികളും 50 വയസ്സിന് പുറത്തുള്ള സ്ത്രീകളും പോവാറുണ്ട്. അപ്പൊ അവർ പോവേണ്ടെന്ന് പറഞ്ഞില്ലല്ലോ. അതെ, പോകാം. അത് ഇപ്പം നമ്മളുടെ എൻ്റെ സെൽഫിൽ എനിക്കിപ്പം പോണം ശബരിമലയിൽ എന്ന് പറഞ്ഞാൽ അവർ പോയാൽ എന്താ കുഴപ്പം? എൻ്റെ സെൽഫിൽ ഞാനൊരു മുസ്ലിം പള്ളിയിൽ കയറണം എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ക്രിസ്ത്യൻ പിന്നെ അങ്ങനെ ഒരു ഇതില്ലെന്ന് പറയാം. അത് എനിക്കിപ്പം എൻ്റെ ഈ പ്രായത്തിൽ എനിക്ക് തോന്നിയാൽ അത് എന്തിനാണ് അങ്ങനെ ഒരു പ്രായപരിധിയൊക്കെ നിശ്ചയിച്ച് അങ്ങനെ ഒരു അശുദ്ധി എന്ന രീതിയിലൊക്കെ സ്ത്രീയുടെ ബോഡിയെ എന്തിനാണ് അങ്ങനെയൊക്കെ ചൂസ് ചെയ്യുന്നത്? ഇപ്പം ഖുർആന്റെ കാര്യത്തിൽ പോലും നമ്മളിപ്പോൾ പീരീഡ്സ് ആയിരിക്കുമ്പോൾ ചെയ്യരുത്, അത് രാമായണം തുടരുത്, അല്ലെങ്കിൽ പൂജ ഹാളിൽ കയറരുത്, ഖുർആൻ തുടരുത്. ഇതിനോടൊന്നും എനിക്ക് അംഗീകരിക്കാം. കാരണം സ്ത്രീയുടെ ശരീരം എപ്പോഴും പുണ്യമാണമ്മ. എന്നെ സംബന്ധിച്ചിട്ട് ദൈവം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങളെ ശരീരത്തിന് ശുദ്ധി ഇല്ലെന്ന്. ഒരു ദൈവവും പറയത്തില്ല. അത് ചലഞ്ച് ചെയ്യാം. ഇത് സമൂഹത്തിൽ നിൽക്കുന്ന കുറെ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന കുറെ സിസ്റ്റമാറ്റിക്കൽ സാധനങ്ങൾ. അതൊക്കെ ദൈവത്തിന് എല്ലായിടത്തും ഇവിടെ ഇരുന്ന് നമ്മൾ അമ്പലത്തിൽ പോലും പോയില്ലെങ്കിൽ ഇവിടെ ഇരുന്ന് ദൈവമേ എന്ന് വിളിച്ചാലും ദൈവമുണ്ടെന്ന് അപ്പോ അവിടെ ഇവിടെ നിന്ന് നമുക്ക് പ്രേ ചെയ്താൽ മതി, ദൈവം വരും എന്ന് വിശ്വാസം ഉണ്ടല്ലേ? അപ്പോൾ ഇവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ചാൽ മതിയാവുമല്ലോ. എന്തിനെ ശബരിമല പോകണം, ഇങ്ങനത്തെ സീനൊക്കെ ക്രിയേറ്റ് ചെയ്യണം? എന്തിനാ ഈ പ്രശ്നങ്ങൾ? അത് അവർക്ക് ഇഷ്ടമുണ്ട്, അവർ പോയി, അവർക്ക് അവരുടെ ഇഷ്ടമാണത്. എനിക്ക് തടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പം ഞാനാണ് ചെയ്തതെങ്കിൽ ഇതിപ്പോൾ ഈ ചോദ്യത്തിനകത്ത് പ്രസക്തിയുണ്ട്. ഞാൻ പറയുന്നത് ഞാനിതിനെ അനുകൂലിക്കുന്നു എന്ന് മാത്രമാണ്. ഞാൻ ചെയ്യില്ല. അത് ഞാൻ മുൻപും പറഞ്ഞിട്ടുണ്ട്. പലരും ഈ അടുത്ത സമയത്ത് ഈ കാല് കഴുകിയ വിഷയത്തിലും ഞാൻ സപ്പോർട്ട് ചെയ്തതിന് എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത് നിങ്ങൾ അത് ചെയ്യുമോ എന്നാണ്. ഞാൻ ചെയ്യുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, ഞാൻ സപ്പോർട്ട് ചെയ്തു എന്നാണ് പറഞ്ഞേക്കുന്നത്. സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞത് ഒരാൾക്ക് ഇഷ്ടപ്പെട്ട് അയാൾ ചെയ്തു, അതിന് ഞാൻ സപ്പോർട്ട് ചെയ്തു. എനിക്കതിനകത്ത് റിജക്ഷൻ ഇല്ല. എനിക്ക് പക്ഷേ പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാനത് ചെയ്യില്ല. ഇപ്പം ഞാൻ ചിലപ്പോൾ ചെയ്യുമ്പോൾ അമ്മയും പറയും ഇല്ല മക്കളെ അത് ചെയ്യരുതെന്ന് പറയും. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഉമ്മാക്ക് ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരികൾക്ക് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഞാനത് ചെയ്യണ്ട. പക്ഷേ എൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഇതിനകത്ത് ഞാനത് സപ്പോർട്ടാണ്. അത്രയേ ഉള്ളൂ.